നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഒത്തിരി പേര് എന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരുപാട് സന്തോഷം, ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ബ്ലോ ഡ്രൈ ഒക്കെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. ഇതൊരു പ്രൊഫഷണൽ ടിപ്സ് ഒന്നും അല്ല. ആരെങ്കിലും മുടിയിൽ എന്തെങ്കിലും ചെയ്യണം, പക്ഷെ മുടി ഹെയർ ഡാമേജസ്, ഹെയർ ലോസ് ഒക്കെ വരുമോ എന്നുള്ള ഭയവും നമ്മളെ ഫേസിന് ചേരുമോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷനിൽ ഇരിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കുക. ഇതിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ മെയിനായിട്ട് മുടിയിൽ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോവുകയാണെന്ന് വെച്ചോ, അപ്പോൾ എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ മേക്കപ്പ് ആക്സസറീസ് ഒക്കെ ചെയ്ത് വന്നാലും ഈ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ബാലികേറ മലയായിരുന്നു. എനിക്കത് അങ്ങോട്ട് എത്ര ചെയ്താലും ഫേസിന് സെറ്റ് ആവത്തില്ല. എന്നാൽ വെറുതെ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്താണ് മുടി എങ്ങനെയെങ്കിലുമൊക്കെ കെട്ടിവെച്ചാലും ഒരു ഭംഗിയുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും പുറത്തോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടോ ഫംഗ്ഷന് വേണ്ടിയിട്ടോ മുടി കെട്ടിയാൽ ഒരു രീതിയിലും അത് ശരിയാവത്തില്ല. അതായിരുന്നു എൻ്റെ പ്രശ്നം. ആ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ ഒരു ബ്ലോ ഡ്രൈ ചെയ്യുന്നത്. എനിക്ക് ബ്ലോ ഡ്രൈ ചെയ്യാൻ നേരത്ത് എൻ്റെ മുടിയുടെ ടെക്സ്ചർ അല്ലെങ്കിൽ മുടി ഫേസ് അനുസരിച്ചാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് സ്യൂട്ടബിൾ ആണോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. എൻ്റെ ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് മുടി കുറച്ചൊന്ന് നാച്ചുറലായിട്ട് നിൽക്കണം. എന്തെങ്കിലും സ്ട്രെയിറ്റ് ചെയ്ത് ഞാൻ സ്മൂത്തൺ ചെയ്യുമ്പോഴും സ്ട്രെയിറ്റ് ചെയ്യുമ്പോഴും കിട്ടുന്ന ആ ഒരു ഇതില്ല, അത്ര എനിക്ക് സ്ട്രെയിറ്റ് ആവണ്ട, കുറച്ചൊന്നൊരു നാച്ചുറൽ ലുക്ക് കൊണ്ടുപോകണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ എന്ന് പറയുന്ന ആ ഒരു തീരുമാനത്തിലെത്തി. നമുക്ക് എല്ലാവർക്കും ഈ മുടിയിലൊക്കെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കൺസേൺ കാണും. അതിൽ മെയിനായിട്ട് വരുന്ന രണ്ട് കൺസേൺ എന്ന് പറയുന്നത്, ഒന്ന് നമ്മളെ ഫേസിന് സ്യൂട്ടബിൾ ആണോ, രണ്ടാമത് വരുന്നത് ഹെയർ ലോസ് ആണ്. ഇത് ചെയ്തതുകൊണ്ട് മുടിയെല്ലാം പൊഴിഞ്ഞു പോവോ, അങ്ങനെ ഒരു ഇതും വരും. ഹെയർ ലോസ് ഉണ്ടാവോ എന്നതായിരുന്നു എൻ്റെ, ഉള്ള മുടിയും കൂടെ പോവോ എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ടെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫേസിന് സ്യൂട്ടബിൾ ആവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോയി സലൂണിൽ തന്നെ പോയി ഒന്ന് ട്രയലൊക്കെ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ടെമ്പററി ആയിട്ടുള്ള കുറച്ച് സെറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് നോക്കാം. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആഫ്റ്റർ കെയർ ആണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈക്ക് ശേഷം 3 ദിവസം കഴിഞ്ഞിട്ടേ മുടി വാഷ് ചെയ്യാൻ പാടുള്ളൂ, അതുപോലെ തന്നെ മുടി കെട്ടി വയ്ക്കാനും പാടുള്ളൂ. സലൂണിൽ നിന്ന് എല്ലാ ഗൈഡൻസും നമുക്ക് വേണ്ടുന്ന എല്ലാ ടിപ്സുകളും അവർ പറഞ്ഞു തരും. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്ന് ലോങ് ടൈം നമുക്കിത് ഒരു 8-9 മാസം വരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. സലൂൺ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസമുള്ള സർവീസ് വേണം നോക്കിയെടുക്കാൻ. ഇനി ഇതിൻ്റെ ആഫ്റ്റർ കെയറിൽ വരുന്നതാണ് പ്രോഡക്ട്സ്, ഷാംപൂ, മാസ്ക്, അതുപോലെ തന്നെ സിറം. ഞാൻ ഉപയോഗിച്ചത് ലോറിയലിൻ്റെ ഈ ഒരു ഷാംപൂവും ഈ ഒരു മാസ്കുമാണ്. ഇതെന്ന് പറയുന്നത് പർപ്പിളെന്ന് വാങ്ങിയതാണ്. 1300 ആ റേഞ്ചായി കേട്ടോ. അപ്പോൾ റേറ്റ് കേട്ടിട്ട് ആരും ഞെട്ടണ്ട. ഇത് ഞാൻ 4 മാസം ഉപയോഗിച്ചു. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അങ്ങനെ ഒരു എക്സ്പെൻസീവായിട്ട് തോന്നില്ല, നമുക്ക് ഉപയോഗിക്കാം. 4 മാസത്തോളം യൂസ് ചെയ്യാമല്ലോ. സ്ട്രെയിറ്റൻഡ് ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. റിവ്യൂ ഞാൻ ഡീറ്റെയിൽ റിവ്യൂ ഇടാം കേട്ടോ. സിറം യൂസ് ചെയ്യാം. സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി നല്ല ഷൈനിങ്ങിൽ, കുറച്ച് കെട്ട് നമ്മുടെ മുടിയിൽ വീഴാനുള്ള സാധ്യത കുറയും. മുടി കുറച്ചുകൂടെ ഒന്ന് മാനേജബിളായിട്ടും കാണാനും നല്ല ഒരു ഭംഗിയിൽ കിടക്കും. ഡെയിലി നമ്മൾ ഹെയർ വാഷ് ചെയ്യത്തില്ല, ആഴ്ചയിൽ 2 ദിവസം അങ്ങനെയൊക്കെയാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. ഞാൻ 2 ദിവസമാണ് ഈ 3 മാസം ഹെയർ വാഷ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും. ഒരു 8-9 മാസം വരെയൊക്കെ കൊണ്ടുപോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാനത് സലൂണിൽ നിന്ന് പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോയി. അതുകൊണ്ട് തന്നെയാണ് ഷാമ്പു കണ്ടീഷണറും ഈ 4-5 മാസം ഉപയോഗിക്കാൻ പറ്റിയത്. സിറവും ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഉപയോഗിച്ചത്. സിറം ആദ്യ സമയം 1-2 മാസമൊന്നും സിറം യൂസ് ചെയ്തില്ല. സിറം യൂസ് ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി കെട്ട്, അതുപോലെ നമ്മളെ സ്പ്ലിറ്റ് എൻഡ്, നമ്മളെ മുടിയിലെ എൻഡിലൊക്കെ ഒന്ന് ഡ്രൈ, എണ്ണയൊന്നും തേക്കുന്നില്ലല്ലോ നമ്മൾ. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് വരും. 2 മാസം ഒക്കെ ആവുമ്പോൾ തൊട്ട് നമ്മുടെ മുടിയുടെ എൻഡിലൊരു ഡ്രൈ ആവും, ഫ്രിസ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ തൊട്ടാണ് ഞാനും ഈ സിറം യൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അത് നല്ലതാണ് എന്ന് തോന്നി, നല്ല ഷൈനിങ് തോന്നി. മുടിയുടെ ആ എൻഡിലുള്ള ഒരു പരിപ്പൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടി. പിന്നെ വരുന്നൊരു സംശയമാണ്, നമ്മൾ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുമോ അല്ലെങ്കിൽ ചെയ്യാതിരുന്നാൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ള സംശയങ്ങളുണ്ടാവും. മെയിനായിട്ട് നമ്മളെല്ലാവരും മുടിയിൽ എണ്ണ തേച്ച് ശീലിച്ചത് കൊണ്ട് തന്നെ
അത് പെട്ടെന്നങ്ങ് മാറ്റാനും ബുദ്ധിമുട്ടാണ്. അത് മാറ്റിയാൽ എന്തെങ്കിലും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവോ, ഡാൻഡ്രഫ് കൂടുമോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ മെയിനായിട്ട് കാച്ചെണ്ണയും കാച്ചാത്ത എണ്ണയും അങ്ങനെയൊക്കെ തേച്ച് ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും ഹെയർ വാഷ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം ഡെയിലി ഹെയർ വാഷ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. മുടി ഇടയ്ക്കിടയ്ക്ക് മാത്രം കുളിക്കുന്നതാണ് നല്ലത്. ശരീര ഹെൽത്തിനും ആ ഒരു ഇതിനൊക്കെ നല്ലത് അതാണ്. ഓയിൽ എന്ന് പറയുന്നത് ഞാൻ 3 മാസം ഉപയോഗിച്ചിട്ടില്ല. ചിലർ സ്കാൽപ്പിൽ മാത്രം നമ്മുടെ ഫിംഗർ ടിപ്പിലെടുത്ത് യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ 3 മാസം ആയപ്പോൾ തൊട്ടാണ് സ്കാൽപ്പിൽ എണ്ണ തേച്ച് തുടങ്ങിയത്. ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് തുടങ്ങിയത്. മുടി കൊഴിച്ചിലിനും ഡാൻഡ്രഫിനും ഒക്കെ ഇപ്പോൾ ഹെയർ പാക്കും ഹെയർ ഓയിൽ ചെയ്തെന്ന് വെച്ചാലും ഇല്ലെങ്കിലും നമുക്ക് മുടിയിൽ ഇത് രണ്ടും ഉണ്ടാവും. എനിക്കധികം മുടി കൊഴിച്ചിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് മുമ്പത്തേക്കാളും മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ മുമ്പത്തേക്കാളും ഡാൻഡ്രഫ് കൂടുതലായിട്ടോ ഒന്നും എനിക്ക് തോന്നിയില്ല. മുമ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെ. ഈ ഒരു ഓയിലിനേക്കാളും പാക്കിനേക്കാളും ഹെയർ ലോസും ഡാൻഡ്രഫും കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഏരിയാസ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി യൂട്യൂബിലൊക്കെ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് മുടി കൊഴിയുന്നത്, ആ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കൂടുതലൊന്ന് ശ്രദ്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയപ്പോൾ എനിക്കൊരു വിധം മുടി കൊഴിച്ചിലൊന്നും അങ്ങനെ നോർമലി നമുക്ക് എല്ലാവർക്കും പൊഴിയത്തില്ല, ആ രീതിക്കേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഡാൻഡ്രഫും ഞാൻ അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയത്. മെയിനായിട്ട് നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ടല്ലോ. ഫുഡിൻ്റെത്, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് രീതിക്ക് നടക്കാത്തത് കൊണ്ട് എന്തെങ്കിലും മെഡിസിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ്, അങ്ങനെ പല കാരണങ്ങൾ കാണും. ഓരോരുത്തർക്കും ഓരോ കാരണമായിരിക്കും. അതൊക്കെ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുപോയാൽ ഹെയർ ലോസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം നമുക്കൊരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. മുടിയിൽ ഞാൻ എന്നെ പോലെ ഇത് ചെയ്തേ പറ്റുള്ളൂ, ഹെയർ ലോസ് ഉണ്ടാവരുതെന്ന് പറയുമ്പോൾ അത്രത്തോളം നമ്മൾ അതിന് കെയർ കൊടുക്കണം. അപ്പോൾ ഇതൊന്നും സലൂൺ എന്ന് പറഞ്ഞു തരുന്നതല്ല, ഇതൊക്കെ നമ്മൾ നോർമലി കോമൺ സെൻസ് വെച്ച് നോർമലി നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ഹെൽത്തി ഫുഡ്, പ്രോട്ടീൻ ആയാലും എല്ലാ വൈറ്റമിൻസ് എല്ലാം ഡയറ്റിൽ ഫുഡിൽ ഉൾപ്പെടുത്തണം. പിന്നെ ഈ പറഞ്ഞ കണക്കുള്ള വൈറ്റമിൻ ഡി രാവിലെയൊക്കെ കുറച്ചൊന്ന് വെയിലൊക്കെ കൊള്ളണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തൈറോയിഡ് അങ്ങനെ ഉള്ള അസുഖങ്ങളും ഇഷ്യൂസൊക്കെ ഉള്ളവരാണ് എങ്കിൽ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ അതിൽ ശ്രദ്ധ കൊടുക്കണം. പിന്നെ വരുന്നതാണ് നമ്മളെ ഈ ഒരു ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്താലും പാക്ക് ഇട്ടാലും ഡാൻഡ്രഫിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചപ്പോഴാണ് ഒരുവിധം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ എന്തായാലും പാക്ക് ഇടാൻ പറ്റത്തില്ല, ഓയിലും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉപയോഗിക്കുന്ന ചീപ്പ്, പില്ലോ കവറ്, അതുപോലെ തന്നെ നമ്മൾ തലയിലിടുന്ന ആക്സസറീസ്, ഈ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. ഞാൻ ആദ്യം കുറച്ച് ദിവസമൊക്കെ ക്ലീൻ ചെയ്തു, പിന്നെ ചെയ്യത്തൊന്നുമില്ലായിരുന്നു. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട, അത് ഫോളോ ചെയ്ത് പോകണം. പിന്നെ വരുന്നത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡുകളൊക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ധാരാളം വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഡ്രൈനെസ് കുറഞ്ഞ് കിട്ടും. ആ ഒരു ഡാൻഡ്രഫിൻ്റെ ഇതൊന്ന് നന്നായിട്ട് കുറയും. അതെനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്. പിന്നെ ഞാൻ ഈ കുറേ റിസർച്ച് ചെയ്ത കൂട്ടത്തിലൊക്കെ ഗൂഗിളിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഡോക്ടേഴ്സിൻ്റെയും പ്രൊഫഷണൽ ആൾക്കാരുടെയൊക്കെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. അപ്പോൾ നമ്മൾ ഗട്ട് ഹെൽത്തുമായിട്ടൊക്കെ ഡാൻഡ്രഫിനൊക്കെ ഒരുപാട് കണക്ഷനുണ്ട്. അതൊക്കെ വെച്ച് നോക്കി ഞാൻ കുറേ ആ ഏരിയയിലും കുറേ കാര്യങ്ങൾ ചെയ്തു. കുറച്ച് നെയ്യൊക്കെ രാവിലെ ഇളം ചൂടുവെള്ളത്തിലൊക്കെ കുറച്ച് കേട്ടോ, ഒരുപാടങ്ങ് എടുക്കരുത്. അതൊക്കെ കൊളസ്ട്രോൾ അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ അനുസരിച്ച് ചെയ്യാവൂ. എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അത് കുറച്ചൊരു ടീസ്പൂൺ എടുത്ത് ചൂടുവെള്ളത്തിൽ കുടിക്കണം. അപ്പോൾ സ്കിന്നൊക്കെ നല്ലൊന്ന് മോയ്സ്ചറൈസായി നല്ല രീതിക്കൊന്ന് ആ ഡ്രൈനെസ് കുറയും. നമ്മളെ ഗട്ട് ഹെൽത്തൊക്കെ നല്ല ഇതാവുമ്പോൾ തന്നെ ആ ഒരു താരൻ എന്ന് പറയുന്നത് നല്ല രീതിക്ക് കുറയും. സ്കിന്നിലുള്ളതും ഹെയറിലുള്ളതൊക്കെ ഇഷ്യൂസ് മാറും. പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂലല്ലേ. നമുക്ക് ഒരുപാട് എണ്ണയൊക്കെ ഇങ്ങനെ തേച്ച് ഹെയർ പാക്കൊക്കെ ഇടുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി നമുക്കിതൊന്നും കിട്ടൂല. പക്ഷേ റിസൾട്ട് ഇതിലാണ് കേട്ടോ കൂടുതലും. നമ്മളെ മുടിയിൽ, സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടണം. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാമെന്ന് നോക്കണം. നന്നായിട്ട് ചീപ്പ് ഇതുപോലെ പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കോംബ് ചെയ്യണം. അപ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും. പിന്നെ നമ്മൾ കുറച്ച് ആസനാസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഞാൻ പേര് സൈഡിൽ കൊടുത്തിരിക്കാം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, അങ്ങനെയൊക്കെ ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാനൊരു ഗ്യാപ്പ് എടുത്തില്ലേ, ആ സമയം ഞാൻ പോയൊരു യോഗയിലൊരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 ഇയർ കോഴ്സാണ്. അതിൻ്റെയൊക്കെ വീഡിയോ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇടാം.
പിന്നെ അപ്പോൾ ചെറിയ ചെറിയ ആസനാസ് മുടി ഹെയർ ലോസിനുള്ള ആസനാസൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ മുടി ഇതുപോലെ നന്നായിട്ട് ചീകും. ഇടയ്ക്കിടയ്ക്ക് മുടി ചീകണം കേട്ടോ. മുടി എന്ന് പറയുമ്പോൾ സ്കാൽപ്പ് തൊട്ട് നമ്മൾ മുടിയുടെ എൻഡ് വരാം. പിന്നെ വരുന്നത് നമുക്ക് ഈ കട്ടിൽ കിടന്നിട്ട് നമുക്കിങ്ങനെ മുടി ഇങ്ങനെ പിന്നിലോട്ട് അല്ലെങ്കിൽ പുറത്തോട്ടിട്ട് അങ്ങനെ ഒരു രീതിയുണ്ട്. അത് ചെയ്യുമ്പോൾ നമ്മളെ തലയിലോട്ട് സ്കാൽപ്പിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ മുടി കൊഴിച്ചിൽ, ഡാൻഡ്രഫ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുവിധമല്ല കേട്ടോ, നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയത്. അല്ലാതെ ഇനിയിപ്പോൾ മുടിയിലൊന്നും ചെയ്യാനില്ലല്ലോ, ഇതല്ലേ ചെയ്യാനുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചപ്പോൾ നല്ല മാറ്റം വന്നു. പിന്നെ നമ്മൾ ഈ പറയുന്ന കണക്ക് മന്ത്ലി ഒരു ഹെയർ സ്പാ ഉണ്ട്, നമ്മൾ അത് ചെയ്യണം കേട്ടോ. ഞാനൊരു 3 മാസമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. മന്ത്ലി ഹെയർ സ്പാ ചെയ്യുന്ന സമയത്തേന് മുടിയിൽ നല്ല രീതിക്ക് മസാജും ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുന്നത് കൊണ്ടും മുടി നല്ല സ്ട്രോങ് ആവും. അതുമല്ല ഒരു നല്ല മുടിക്ക് കൂടുതലൊരു ജീവൻ കിട്ടിയ കണക്കാണ്. മുടി ഒന്ന് ഗ്ലേസിങ്ങും മുടി നല്ല രീതിക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. മന്ത്ലി ഉള്ള ആ ഒരു ഹെയർ സ്പായും കൂടെ കഴിവതും ഒഴിവാക്കരുത്. അതാണ് മുടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ജേണി എന്ന് പറയുന്നത്. പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കും അത്രത്തോളം അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ സലൂണിലോ അല്ലെങ്കിൽ വേറെ ഉള്ള ചാനൽസൊക്കെ റെഫർ ചെയ്തുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ബ്ലോ ഡ്രൈക്ക് ശേഷം എനിക്ക് തോന്നിയ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളെന്ന് പറയുന്നത്, എനിക്ക് ഈ മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയായി. നല്ലൊരു കോൺഫിഡൻസും നല്ലൊരു ചേഞ്ച്, നമ്മുടെ മുടിയിൽ മാറ്റം വരുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലൊരു ചേഞ്ച് ഉണ്ടായി. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് കോൺഫിഡൻസ് തരുന്നതാണ്. പിന്നെ പലർക്കും പല ഇതല്ലേ, നമ്മൾ ചേഞ്ചസ് ഒന്നും പെട്ടെന്നൊന്നും എല്ലാവർക്കും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ നോക്കണ്ട. നമുക്കൊരു കോൺഫിഡൻസും സന്തോഷവും സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ എനിക്ക് മുടി ഇങ്ങനെ ഇതുപോലെ ഒന്നഴിച്ചിട്ട് മുടി ഓപ്പൺ ഹെയർ ആയിട്ടൊക്കെ നടക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അത് നടക്കാം. പിന്നെ നമുക്ക് ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന ആക്സസറീസ് ഇല്ലേ, കമ്മലായാലും സിമ്പിൾ മാല അങ്ങനെയൊക്കെ ആയാലും അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. നമ്മുടെ ചില ഡ്രസ്സിൻ്റെ കളറ് ഡ്രസ്സ് ഒക്കെ ഈ മുടി മാറുന്നതോടുകൂടി അതിനെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. കുറച്ചുകൂടെ ഒന്ന് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചില ഡ്രസ് കളറും ആക്സസറീസും ആയിട്ടൊക്കെ നമ്മളെ ഹെയർ സ്റ്റൈല് നന്നായിട്ടൊന്ന് കോംപ്ലിമെൻറ്റ് ചെയ്ത് പോകും. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടി, സന്തോഷം കിട്ടി, കുറച്ച് സമയം ലാഭിച്ചു. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിലും എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഈസിയാണ്. എല്ലാവർക്കും താങ്ക് യു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ റിവ്യൂ ഒന്ന് ഇട്ടാൽ മതി കേട്ടോ. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.